ഫെഡെ വാൽവേർദയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ്? ആൾക്ക് സാധാരണ കളിക്കാരിൽ നിന്നും എക്സ്ട്രാ എഞ്ചിൻ അദ്ദേഹത്തിലുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആളുടെ ടെക്നിക്കിനെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കാറില്ല. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കിനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അസാധ്യ ബോൾ സ്ട്രൈക്കറാണ്, ദി സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് ചെന്നൈ എന്നുള്ളതാണ്. ഭീകരമായിട്ടുള്ള ബുള്ളറ്റ് സ്ട്രൈക്കുകൾ അടിച്ചു കയറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും. അതോടൊപ്പം തന്നെ ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ലോ ബ്ലോക്കുകളെ പല രീതിയിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം. ഒരു തരത്തിലൊരു വെപ്പൺ എന്ന് പറഞ്ഞാൽ ഡ്രിബിൾ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാൻ അത്തരത്തിൽ കേസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫെഡറർ എടുത്ത് ബോൾ വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഈവൻ ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ആളുകൾ ചർച്ച ചെയ്തൊരു സംഭവമാണ്. അത്രയും നല്ല രീതിയിൽ ലിങ്ക് പ്ലേ നടന്ന തരത്തിലുള്ള പ്ലെയറാണ് ഫെഡെ വാൽവേർദയെ സംബന്ധിച്ചിടത്തോളം. അറിയോ, ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒപ്പോസിഷൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ ചെങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങലായിരിക്കും. എന്തൊരു മനുഷ്യരാണത്, ഇയാൾ അവിടെ കളിക്കുന്നുണ്ടല്ലേ എന്നുള്ളത്. ആ രീതിയിലാണ് ഫെഡെ കളിക്കുന്നത്. എഡങ്ങിയറാണ് ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഫെഡയ്ക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എനർജി അന്യായമായിട്ട് ട്രാക്ക് ബാക്കി വാട്ട് എ പ്ലെയർ മാൻ. ആള് ഈ രീതിയിലുള്ള ഒരു അസിസ്റ്റ് എംബാപ്പെ കൊടുത്തപ്പോഴല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം അതിനുള്ള എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഫെഡറെ അടുത്ത് നിന്ന് നിരന്തരം കാണുന്ന